ഉറഞ്ഞുതുള്ളി സതീശൻ, 2 പേർ വീണു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് എതിരായി ഡിജിറ്റൽ രംഗത്ത് നിന്നും ഉയർന്നിട്ടുള്ള വിമർശനങ്ങളെ പിണറായി വിജയൻ എതിർക്കുമ്പോൾ അതിനെതിരായി ഏറ്റവും കൂടുതൽ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ള ആളായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്നാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വിമർശനം താങ്ങാനാവാത്ത വിധമായിരിക്കുന്നു. 2 പേരെയാണ് 12 ദിവസമായി അദ്ദേഹം സ്ഥാനമേറ്റിട്ട് ഇത്രയും ചുരുങ്ങിയ നാൾക്കകം സസ്പെൻഡ് ചെയ്തത്. അതിലെ ആദ്യത്തേത് ഇടുക്കി നെടുങ്കണ്ടം യൂണിറ്റിലെ KSRTC ഡ്രൈവറായിട്ടുള്ള എസ് സുൽകുമാറിനാണ്. ആ സുൽകുമാറിനെയാണ് ആദ്യമായി സസ്പെൻഷൻ നേരിടേണ്ടി വന്നത്. വി.ഡി. സതീശനെ വിമർശിച്ചു എന്ന കുറ്റത്തിനാണ് സുൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ സുൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇന്ന് വി.ഡി. സതീശൻ നൽകിയ ന്യായീകരണം അത് കൃത്യമാണ്. അതിനൊപ്പം വി.ഡി. സതീശന്റെ വാക്കുകൾക്കൊപ്പമാണ്, അദ്ദേഹത്തിന്റെ നിലപാടിന് ഒപ്പമാണ് സാംസ്കാരിക കേരളം എന്ന് നമുക്ക് പറയേണ്ടി വരും. പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ നമുക്ക് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ തല വെച്ചിട്ട് ബാക്കി ഭാഗം നഗ്നമായിട്ടുള്ള ഒരു മോർഫിംഗ് ആണ് ഈ സുൽകുമാർ നടത്തിയിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് ഈ KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ സസ്പെൻഷൻ നടപടി തീർച്ചയായും ശരിയാണ്. ഇക്കാര്യത്തിൽ നമുക്ക് മുഖ്യമന്ത്രിക്ക് ഒപ്പം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. KSRTCയിൽ ഒരു ജീവനക്കാരിട്ടിരിക്കുന്ന പോസ്റ്റ്, എൻ്റെ മുഖം, പിന്നെ നഗ്നനായ ഒരു പുരുഷൻ്റെ ബോഡി, അത് വെച്ചിട്ട് KSRTCയിൽ ഒരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനമോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്തത്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടും ആളുകൾ ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങൾ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ടൊരു പടം ഇട്ടിരിക്കുക. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നാളെ നിങ്ങളുടെയൊക്കെ പടമായിരിക്കും വരാൻ പോകുന്നത്, നിങ്ങളുടെയൊക്കെ പടം. സുൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു മോർഫിംഗിന്റെ പേരിലാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് സസ്പെൻഷനിലായിരിക്കുന്നത് ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദ് സുബൈറാണ്. അദ്ദേഹം സുരേന്ദ്രൻ PS എന്ന് പറയുന്ന ഒരാളുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളതാണ് കുറ്റം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ജവാദ് സുബൈർ എന്ന് പറയുന്ന ഈ പ്രാഥമിക അധ്യാപകൻ, ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ, റിട്ടയർഡ് ആകാൻ വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. അദ്ദേഹം തിങ്കളാഴ്ച റിട്ടയർഡ് ആകേണ്ട ആളാണ്. അതിനു മുൻപാണ് ഇത്തരം ഒരു നടപടി. മാത്രമല്ല, ഈ ജവാദ് സുബൈർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയർ ചെയ്തിരിക്കുന്ന ഈ പോസ്റ്റ്, എന്താണ് അതിൽ ഇത്ര കുറ്റം? അതൊരു AI പോസ്റ്റ് അല്ലേ? മുഖ്യമന്ത്രി, എന്തിനാണ് അങ്ങ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്? ആ ഒരു പോസ്റ്റിനകത്ത് എന്താണ് അങ്ങയെ വേദനിപ്പിക്കുന്ന കാര്യം? V= വെറും, D= ഡയലോഗ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിൽ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് കൊണ്ട് സതീശൻ മേനോൻ സാർ 2 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം, അതിലെന്താണ് അങ്ങേക്ക് ഇത്രമാത്രം വേദനിക്കുന്നത്? ഒരു സ്വർണത്തിന്റെ കിടക്കയ്ക്ക് മേൽ ഇങ്ങനെ സതീശൻ കിടക്കുന്നതായിട്ടുള്ള ഒരു AI രൂപം മാത്രമാണ്, ഒരു കാർട്ടൂൺ പോലുമല്ല. അതിനെ ഒരു കാർട്ടൂൺ പോലുമായി കാണാൻ കഴിയില്ല. അങ്ങ് എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയാറില്ലേ, ഞാനൊരു നെഹ്റുവിൻ സോഷ്യലിസ്റ്റാണ്, നെഹ്റുവിന്റെ സോഷ്യലിസം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് താൻ, തന്റെ മൂല്യം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ സോഷ്യലിസമാണെന്ന് അങ്ങ് നാഴികയ്ക്ക് 40 വട്ടം പറയില്ലേ? ആ നെഹ്റുവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർട്ടൂണുകളെ ഇഷ്ടപ്പെട്ടയാൾ. ആ നെഹ്റുവാണ് ഇന്ത്യയിലെ കാർട്ടൂണിസ്റ്റുകളെ ആദരിച്ചയാൾ. ആ ഒരു പാരമ്പര്യം താങ്കൾ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ ഒരു കാർട്ടൂണിനോട് പോലും താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഒരു മനുഷ്യനെ സസ്പെൻഡ് ചെയ്ത് അയാളുടെ ഭാവി ജീവിതം, അയാൾക്ക് വേണ്ടി ഇനിയും പെൻഷൻ കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യം 100 കൂട്ടം നൂലാമലകളാണ്. എന്തിനാണ് അങ്ങ് അത്തരമൊരു ചതി അദ്ദേഹത്തോട് ചെയ്തത്? എന്താണ് അങ്ങയെ ഇത്രമാത്രം ആ ഒരു ചിത്രം വേദനിപ്പിച്ചത്? ഇവിടെയാണ് അങ്ങയെ ഇത്രമാത്രം പരിഹസിക്കുന്നത്. അല്ലെങ്കിൽ അത് അങ്ങയ്ക്ക് പൊതുസമൂഹത്തിലെ ഏത് തരത്തിലുള്ള അവമതിപ്പാണ് ഉണ്ടാക്കുന്നത്? അത് പറയാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. എന്തായാലും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തല്ലോ, ഇനി
ഇനിയെങ്കിലും ഈ നെടുങ്കണ്ടം യൂണിറ്റിലെ KSRTC ഡ്രൈവർ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് അങ്ങ് വിശദീകരിച്ചതുപോലെ അങ്ങ് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനാണ് സാംസ്കാരിക കേരളം ആവശ്യപ്പെടുന്നത്. അതിലെന്താണ് തെറ്റ്? ആ ഒരു പോസ്റ്റിൽ ഇത്രമാത്രം അങ്ങയെ വേദനിപ്പിക്കാൻ എന്താണ് അതിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാ മുഖ്യമന്ത്രിമാരും, പിണറായി വിജയൻ പോലും ഇത്തരത്തിൽ തന്നെ കാർട്ടൂൺ രീതിയിൽ കളിയാക്കുന്നതിനെ അംഗീകരിക്കുന്നതാണ്. എത്രയോ മിമിക്രി വേദികളിൽ പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ട് ഫിഗർ ചെയ്യുന്നു. VS അച്യുതാനന്ദനെ കളിയാക്കിക്കൊണ്ട് എത്രയോ തവണയാണ് മിമിക്രിക്കാർ കളിയാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്രയോ കാർട്ടൂണുകളാണ് വന്നത്. അങ്ങയുടെ പാർട്ടിക്കാരായിട്ടുള്ള AK ആന്റണിയെ കളിയാക്കിക്കൊണ്ട് എത്രയോ മിമിക്രിക്കാർ വന്നിട്ടുണ്ട്. അതേപോലെ K കരുണാകരനെ അനുകരിച്ച് എത്രയോ മിമിക്രിക്കാർ വന്നിട്ടുണ്ട്. അവർക്കെതിരായിട്ടൊക്കെ എത്രയോ കാർട്ടൂണുകളാണ്, എത്രയോ ആക്ഷേപ കാർട്ടൂണുകളാണ് വന്നിട്ടുള്ളത്. അതിനെയൊക്കെ അവർ ചിരിച്ചുകൊണ്ട് നേരിടുമ്പോൾ അങ്ങ് മാത്രം എന്താണ് ഇത്തരം ഒരു അസഹിഷ്ണുത കാണിക്കുന്നത്? ഇത്തരം ഒരു പോസ്റ്റിൽ എന്താണ് അങ്ങയെ വേദനിപ്പിച്ച കാര്യം? അല്ലെങ്കിൽ അങ്ങയ്ക്ക് അവമതിപ്പുണ്ടാകുന്ന എന്ത് കാര്യമാണ് ഈ അധ്യാപകൻ ഷെയർ ചെയ്ത പോസ്റ്റിലുള്ളത് എന്നുള്ള കാര്യം അങ്ങ് വ്യക്തമാക്കിയാൽ കൊള്ളാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.